അഫ്ഗാനിസ്ഥാൻ സീരീസ് അവസാനിച്ചു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ട് ടെസ്റ്റിനാണ്. 5 ടെസ്റ്റാണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ ഇംഗ്ലണ്ട് ടെസ്റ്റിന് മുന്നേ രോഹിത് ശർമ്മ അടിച്ചു കളിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജനുവരി 25 രാവിലെ 9:30 മാച്ച് ആരംഭിക്കുന്നത്. ഇന്ത്യയിലാണ് എല്ലാ മാച്ചും നടക്കുന്നത്. ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ. അതുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് സീരീസ് ആവേശകരമാകുമെന്നത് ഉറപ്പാണ്. രോഹിത് ശർമ്മ, കോഹ്ലി, ജസ്പ്രീത് ബുംറ തുടങ്ങി ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ എല്ലാം തന്നെ ടീമിലുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യൻ താരങ്ങൾ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ആദ്യ ടെസ്റ്റിന് മുന്നെയാണ് ഇതുപോലത്തെ ഒരു മാച്ച് കളിച്ചിരിക്കുന്നത്. ഇന്നത്തെ മാച്ചിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തത് രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ വീണ്ടും ഫോമിലേക്ക് എത്തിയതിൻ്റെ സൂചനയാണിത്. അതുപോലെ വിരാട് കോഹ്ലിയും കളിച്ചിട്ടുണ്ട്. ബൗളിങ്ങിൽ മിന്നി തിളങ്ങിയത് ജസ്പ്രീത് ബുംറയായിരുന്നു. ഇന്ന് രോഹിത് ശർമ്മയ്ക്കൊപ്പം തന്നെ ഓപ്പണിംഗിൽ ഇറങ്ങിയത് ജയ്സ്വാൾ ആയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇംഗ്ലണ്ടുമായിട്ടുള്ള ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളുമായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടുപേരും ഇപ്പോൾ ടെസ്റ്റിൽ നന്നായി കളിക്കുന്നുണ്ട്. ജയ്സ്വാൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. ടെസ്റ്റിൽ അന്ന് ജയ്സ്വാൾ 150 റൺസിന് മുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ജയ്സ്വാൾ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇടം പിടിച്ചത്. രോഹിത് ശർമ്മ ഇന്ന് പ്രാക്ടീസ് മാച്ചിൽ ഇങ്ങനെ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ആക്രമണ ബാറ്റിംഗാണ് താരം പുറത്തെടുത്തത്. സാധാരണ രോഹിത് മെല്ലെയാണ് കളിക്കാറ്. എന്നാൽ ഇപ്പോൾ രോഹിത് ബാറ്റിംഗ് സ്റ്റൈല് മാറ്റിയിരിക്കുകയാണ്. വളരെ വേഗത്തിലാണ് ടെസ്റ്റിൽ രോഹിത് ശർമ്മ റൺസ് സ്കോർ ചെയ്യുന്നത്. മുൻപ് ഋഷഭ് പന്ത് മാത്രമാണ് ഈ ശൈലിയിൽ ബാറ്റ് വീശിയത്. എന്നാൽ ഇപ്പോൾ രോഹിത് ശർമ്മയും ആ ശൈലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിരാട് കോഹ്ലി ക്ലാസിക് ബാറ്റിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. ഇന്ത്യൻ ടീം ശക്തരാണ്. പക്ഷേ ഇംഗ്ലണ്ട് ടീമിനെ വില കുറച്ച് കാണാൻ സാധിക്കില്ല. മികച്ച ഒരു താരനിരയുമായിട്ടാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ട് ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.